ഞാൻ ഡോക്ടർ വിശാഖ്, ലേഖ ഹോസ്പിറ്റൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കർപ്പൂര തൈലത്തിൻ്റെ മേക്കിങ്ങിനെ പറ്റിയാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ കർപ്പൂര തൈലം അല്ലെങ്കിൽ നമ്മുടെ തൈലങ്ങളുടെ എല്ലാം ഏകദേശം ഉപയോഗവും പിന്നെ അത് എങ്ങനെയാണ് ജനറലായിട്ട് ഉണ്ടാക്കുന്നതെന്നൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്നത് വളരെ പ്രാക്ടിക്കലായിട്ട് വീടുകളിലോ അതല്ല എങ്കിൽ വൈദ്യശാലകളിലോ ഉണ്ടാക്കാനായിട്ടുള്ള വളരെ പ്രാക്ടിക്കൽ വേയിൽ ഉണ്ടാക്കാനുള്ള കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളും ചേർത്തിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് നേരെ തന്നെ വീഡിയോയിലൂടെ കടക്കാം. കർപ്പൂര തൈലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആയുർവേദത്തിന്റെ പെയിൻ കില്ലർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ മസിൽസിൻ്റെയും അതുപോലെ തന്നെ ജോയിൻസിൻ്റെയും ഒക്കെ പെയിനിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കർപ്പൂരം അതിനകത്തുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെസ്റ്റിന് വരുന്ന ഇൻഫെക്ഷൻസ്, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ആസ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ വിത്ത് സ്റ്റീമൊക്കെ ആയിട്ട് കുറച്ചുകൂടെ അതിൻ്റെ കഞ്ചഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ യൂസസിനെ പറ്റി അധികം പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് നേരെ അതിൻ്റെ മേക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ 1 ലിറ്റർ കർപ്പൂര തൈലം ഉണ്ടാക്കുന്ന ഒരു കണക്ക് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ ആദ്യം ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് നമുക്ക് ആ പേരിലുള്ളതുപോലെ തന്നെ ഒന്ന് കർപ്പൂരം, പച്ചക്കർപ്പൂരം നമുക്ക് വേണം. പിന്നെ അതുപോലെ തന്നെ അയമോദകം അല്ലെങ്കിൽ ഓമം എന്ന് പറയുന്ന നമ്മുടെ ആയുർവേദത്തിൻ്റെ ഒരു മെഡിസിനാണ്, ആ സാധനം കൂടെ വേണം. പിന്നെ മൂന്നാമത് വരുന്നത് എണ്ണയാണ്, വെളിച്ചെണ്ണ വേണം. ഞാൻ ഈ പറയുന്നത് കുറച്ചും കൂടെ നമ്മുടെ കേരള വൈദ്യന്മാരുണ്ടാക്കുന്ന കർപ്പൂര തൈലം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സംഭാവനയാണല്ലോ. അപ്പോൾ കേരള വൈദ്യന്മാരുണ്ടാക്കുന്ന ഒരു രീതിക്കാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൽ എള്ളെണ്ണ എന്നൊരു സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വൈദ്യന്മാരൊക്കെ നമ്മുടെ പാരമ്പര്യം ആയിട്ട് ഉണ്ടാക്കി വരുന്നതെല്ലാം വെളിച്ചെണ്ണയിലാണ്. സോ നമുക്ക് വെളിച്ചെണ്ണ സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെ പോവാം. അപ്പോൾ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം, അതുപോലെ അയമോദകം, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ 1 ലിറ്റർ എണ്ണ എടുക്കുകയാണെങ്കിൽ അതിന് ഒരു 100 ഗ്രാം പച്ചക്കർപ്പൂരമാണ് വേണ്ടത്. അതുപോലെ തന്നെ അയമോദകം ഏകദേശം ഒരു 250 ഗ്രാമോളം വേണം. ഇനി കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ അയമോദകം മാത്രമല്ല അതിലെടുക്കുന്നത്, നമ്മൾ അതിനകത്ത് കുറച്ച് ശതകുപ്പ് കൂടെ ചേർക്കാറുണ്ട്. അത് ആക്ച്വലി നമ്മൾ യോഗത്തിൽ വരുന്നൊരു കാര്യമല്ല, പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഈ പാരമ്പര്യ വൈദ്യത്തിൽ ചേർത്ത് വരുമ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ശതകുപ്പ് കൂടെ അതിനകത്ത് കുറച്ച് ചേർക്കാറുണ്ട്. അതിൻ്റെ ഒരു എഫിക്കസി കൂട്ടാൻ വേണ്ടിയിട്ട് ചേർക്കാറുണ്ട്. ഇനി കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈ അയമോദകം മാത്രമല്ല അല്ലെങ്കിൽ ഓമം മാത്രമല്ല ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കുന്നത്, നമ്മൾ ശതകുപ്പ് കൂടെ, കുറച്ച് ശതകുപ്പ് കൂടെ ഇതിനകത്ത് ചേർക്കാറുണ്ട്. അത് യോഗത്തിലുള്ളതല്ല, നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ വൈദ്യന്മാർ അതിനെ മാറ്റിയെടുത്ത് കുറച്ച് എഫിക്കസി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് മസ്റ്റ് അല്ല, വേണമെങ്കിലിടാം വേണ്ടെങ്കിലിടാം. പക്ഷെ അങ്ങനെ ചേർക്കുന്നതാണ് നമ്മളെ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒട്ടുമിക്ക വൈദ്യന്മാരുണ്ടാക്കുന്ന കർപ്പൂര തൈലം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ നമുക്കൊരു 100 ഗ്രാം ശതകുപ്പ് കൂടെ വേണം. പിന്നെ ഒരു 60 ഗ്രാം ഓമം അല്ലെങ്കിൽ അയമോദകം സെപ്പറേറ്റ് ആയിട്ട് കൂടെ വേണം. അത് നമ്മൾ കൽക്കത്തിന് ഉപയോഗിക്കാനുണ്ട്. ശരി, ഇനി നമുക്ക് നേരെ പ്രിപ്പറേഷനിലോട്ട് കടക്കാം. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ 1 ലിറ്റർ കണക്കാക്കിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവാണ് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് ഒരു 4 ലിറ്റർ വെള്ളം എടുക്കാം. അതായത് എണ്ണ എത്രയാണോ അതിന്റെ 4 ഇരട്ടി വെള്ളം എടുക്കുക. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ആദ്യം വെച്ചേക്കുന്നത് 250 ഗ്രാം അയമോദകവും അതുപോലെ തന്നെ 100 ഗ്രാം ശതകുപ്പയും കൂടെ ഇടുക. അതിന് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അതിനെ 4 വറ്റിക്കാം. അപ്പോൾ 1 ലിറ്റർ ആയിട്ട് നമുക്ക് ചുരുക്കി കിട്ടും. ഓക്കെ, ഈ വറ്റിച്ച കഷായത്തിൽ നമ്മൾ അരിച്ചെടുത്ത് കഷായം മാത്രം എടുക്കുക, അതിനെ ചണ്ടി കളയുക. രണ്ടാമത്തെ ഫേസിൽ ചെയ്യുമ്പോൾ ഈ കഷായം നമ്മൾ വീണ്ടും ഒഴിക്കുക. അതിലേക്ക് വീണ്ടും 1 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് നമ്മുടെ കൽക്കം 60 ഗ്രാം അയമോദകം അല്ലെങ്കിൽ ഓമം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനെ ചേർക്കുക. അത് ചേർക്കുമ്പോൾ ഈ കഷായത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിനെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷമാണ് ഇതിൽ ചേർക്കേണ്ടത്. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിനെ തിളപ്പിച്ചിട്ട് ഇതിനെ പതുക്കെ വെറ്റിച്ചെടുക്കുക. അത് എണ്ണയുടെ അളവിന് വെറ്റിച്ചെടുക്കുക. അതിൻ്റെ കൽക്കം നല്ല മണൽ തരി പോലെ ആയി വരും. ആ ഒരു സമയത്ത് നമ്മൾ അതിനെ വാങ്ങി വയ്ക്കുക. അരിച്ച് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ആക്കുക. ഈ ആക്കുന്ന ടൈമിലാണ് ആക്ച്വലി നമ്മൾ പച്ചക്കർപ്പൂരം പാത്രഭാഗമായിട്ടാണ് ചേർക്കേണ്ടത്. ഈ ഏത് പാത്രത്തിലേക്കാണോ നമ്മൾ ഒഴിക്കുന്നത് അതിൽ പച്ചക്കർപ്പൂരം നന്നായിട്ട് പൊടിച്ചിട്ട് അത്രയും ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതിൻ്റെ ഒരു അബ്സോർപ്ഷൻ കൂടും, പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേർന്നോളും. അപ്പോൾ അതിനകത്തോട്ട് ഇടുക. ആദ്യം ഇട്ടേക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഈ ചൂടെണ്ണ അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനെ ചേർത്തെടുത്തതിന് ശേഷം പതുക്കെ അതിനെ തുണി കൊണ്ട് തന്നെ മൂടി വെച്ചേക്കുക. അതല്ലെങ്കിൽ വീണ്ടും ഈർപ്പം വേണ്ടിയിട്ട് ഇതിനകത്ത് വെള്ളം വീഴും. അപ്പോൾ തുണി കൊണ്ട് തന്നെ അതിനെ അങ്ങ് മൂടി വെച്ചേക്കാം. അത്രയും കഴിഞ്ഞ് പിറ്റേ ദിവസം തണുത്ത് കഴിയുമ്പോൾ നമുക്കത് പിന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. നല്ല വെള്ളത്തിൻ്റെ കണ്ടന്റ് ഇല്ലാത്ത ഒരു കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയാണ് ശരിക്കും നമ്മുടെ കേരള രീതിക്കുള്ള പച്ചക്കർപ്പൂരം ചേർത്തിട്ടുള്ള നമ്മുടെ കർപ്പൂര തൈലം ഉണ്ടാക്കുന്നത്.